പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ് വീഴ്ച പറ്റിയോ റോഡപകടത്തിലൂടെയൊക്കെ പല്ലുകൾ നഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ പല്ല് ഒടിഞ്ഞു പോകാം, അല്ലെങ്കിൽ പൂർണ്ണമായി നഷ്ടപ്പെടാം. ഇതിന് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സ്മിത ടി കൃഷ്ണ, ആറ്റുകാൽ ദേവി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെൻ്റൽ സർജൻ. നമ്മൾ പറഞ്ഞു ആക്സിഡൻറ്റിലോ വീഴ്ചയിലോ പല്ല് നഷ്ടപ്പെടുന്ന കാര്യം. അത് പല്ല് പൊട്ടിപ്പോവുകയോ വേരിൻ്റെ അവിടെ വെച്ച് ഒടിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുന്ന കേസിലാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തമാണ്. അതായത് പല്ലിൻ്റെ ഒരു ഭാഗം മാത്രം, പുറമേ കാണുന്നതിൽ ഒരു ചെറിയ ഭാഗം മാത്രം നഷ്ടപ്പെടുകയാണെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് അടിച്ചുള്ള കോമ്പോസിറ്റ് വെച്ചിട്ടുള്ള ഫില്ലിങ് പല്ലിൻ്റെ അതേ നിറത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഫ്രണ്ടിലത്തെ പല്ലുകൾ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അത് കൂടുതൽ ആഴത്തിൽ പൾപ്പിലോട്ട് എത്തുകയോ ഇഞ്ചുറി കൊണ്ട് ഞരമ്പിന് പറ്റുകയോ ചെയ്താൽ ട്രീറ്റ്മെൻറ്റ് പിന്നെ RCT, ക്യാപ്പ് അങ്ങനെയൊക്കെ പോകും. അതുമല്ല, വളരെയധികം ഗമ്മിൻ്റെ ലെവലിൽ വെച്ച് പൊട്ടിപ്പോകുന്ന പല്ലിലാണെങ്കിൽ നമ്മളതിനകത്തേക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രൂ പോലെ ഒരു സാധനം അകത്തേക്ക് പിടിപ്പിച്ചതിന് ശേഷം അതിന് പുറത്ത് പല്ല്, പ്രത്യേകിച്ച് ഇതെല്ലാം പറയുന്നത് ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ കാര്യമാണ്, അതിന് പുറത്ത് പല്ല് ബിൽഡപ്പ് ചെയ്തെടുത്ത് ക്യാപ്പ് ചെയ്തു അങ്ങനെയും ചെയ്യാം, റൂട്ട് കനാലൊക്കെ ചെയ്തതിന് ശേഷം. ഇത് ഭാഗികമായി നഷ്ടപ്പെടുന്ന കാര്യം. ഇനി പൂർണ്ണമായിട്ട് പല്ല് മോണയിൽ നിന്ന്, എല്ലിൽ നിന്ന് ഊരി വരികയാണെങ്കിൽ അവൾസ് ടൂത്ത് എന്ന് പറയും. അത് ചെറിയ കുഞ്ഞുങ്ങളിലാണ്, തീരെ ചെറിയ കുട്ടികളിലാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിനെ തിരിച്ച് പിടിപ്പിച്ച് റീഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അത് പക്ഷേ അത് കൊണ്ടുവരുന്ന പൊട്ടാതെ തന്നെ ഊരി വരുന്ന കേസിലാണ് പറയുന്നത്. ചെറിയ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ പാലിലോ വായിൽ തന്നെ ഇട്ടോ, കുട്ടികളുടെ വായിലിടാൻ ബുദ്ധിമുട്ടാണ്, മുതിർന്നവരിലാണെങ്കിൽ വായിൽ തന്നെ ഇട്ട് അങ്ങനെ ചെയ്യാം. അല്ലാതെ പാലിലോ മറ്റോ ഇട്ട് കൊണ്ടുവരികയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ആണെങ്കിൽ തിരിച്ചത് പിടിപ്പിച്ച് റൂട്ട് കനാലൊക്കെ ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ മുതിർന്നവരിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസിൽ 3 രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒന്ന് റിമൂവബിൾ ഡെഞ്ചർ എന്ന് പറയും, ഊരി മാറ്റുന്ന തരം പല്ലുകൾ. അളവെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഒരു പല്ല് വരുന്നത് പോലെയാണ്, അത് ഇളക്കിയിട്ട് തിരിച്ച് വെക്കുന്ന ടൈപ്പിൽ. അതൊന്ന്. രണ്ടാമത് ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയും. അതായത് അപ്പുറവും ഇപ്പുറവും ഉള്ള പല്ലിൽ സപ്പോർട്ട് കൊടുത്തിട്ട് അതിനെ രാഗി അതിൽ സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ. അത് രണ്ടാമത്. മൂന്നാമതായിട്ട് ഇതൊന്നും ചെയ്യാതെ ഈ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചറിലാണെങ്കിൽ അപ്പുറവും ഇപ്പുറമുള്ള പല്ലുകളിൽ രാഗി അതിലാണ് സപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ മൂന്നാമത്തെ കേസിൽ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള മാർഗമായിട്ടുള്ള ഇത് ഇംപ്ലാന്റ് ആണ്, ഡെൻ്റൽ ഇംപ്ലാന്റ്. ടൈറ്റാനിയം ഇംപ്ലാന്റ് പല്ലിൻ്റെ പല്ലിരുന്ന ഭാഗത്തേക്ക് എല്ലിലേക്ക് ഈ ഇംപ്ലാന്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയും അതിന് മേലെ പല്ല് വെക്കുകയും ചെയ്യും. അതായത് നമ്മളുടെ നഷ്ടപ്പെട്ട വേരിന് തത്തുല്യമായിട്ട് ഉള്ളതാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തീരുമാനിക്കുന്നതിന് പല ക്രൈറ്റീരിയ ഉണ്ട്. അത് ഒരു വ്യക്തിയുടെ പ്രായം, ആരോഗ്യ സ്ഥിതി, മൊത്തത്തിലുള്ള ആരോഗ്യസ്ഥിതി, അത് പലതും കൺസിഡർ ചെയ്തിട്ടാണ്, പിന്നെ ആളുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് ഏത് തരം പല്ല് വെക്കാം എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ.